ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഫിറ്റാക്ട് IT പാഠാവലി എന്ന ട്യൂട്ടോറിയൽ സോഫ്റ്റ്വെയറിൽ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. ഇതുവരെ നാം തമാശകൾക്കും നേരം പോക്കിനുമായി ഫേസ്ബുക്ക് ഉപയോഗിച്ചു. ഇനി അല്പം കാര്യമായി തന്നെ ഇത് ഉപയോഗിക്കാം. ഫേസ്ബുക്ക് ഉപയോഗിച്ച് നമുക്ക് പണം നേടാം. ഇന്ത്യയിൽ ഓൺലൈൻ വഴിയുള്ള ബിസിനസിന്റെയും ഫേസ്ബുക്കിന്റെയും ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ചെറുപ്പക്കാരാണ്. കോടിക്കണക്കിന് ആളുകൾ രാജ്യത്ത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു. ഇവരെ ലക്ഷ്യമിട്ടാണ് പലരും വ്യാപാരം ആരംഭിക്കുന്നത്. കൊമേഴ്സ്, അതായത് സോഷ്യൽ മീഡിയ കൊമേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ടാക്കി അതുവഴി കച്ചവടം നടത്തുന്ന രീതിയാണിത്. ഫേസ്ബുക്കിൽ വളരെ പെട്ടെന്ന് അക്കൗണ്ട് നിർമ്മിക്കാം. അതിനുശേഷം ഫേസ്ബുക്കിൽ നമ്മുടെ ബിസിനസിന് ആവശ്യമായ പേജ് നിർമ്മിക്കുക. പേജിന് ഒരു നല്ല പേര് നൽകുക. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ആവശ്യത്തിന് ഫ്രണ്ട്സ് ആയതിനു ശേഷമേ പേജ് പ്രൊമോട്ട് ചെയ്യാവൂ. അത്യാവശ്യം സൗഹൃദങ്ങളായാൽ പേജ് റെക്കമെൻഡ് ചെയ്യാം. പേജ് ലൈക്ക് ചെയ്യുന്നതിന് സുഹൃത്തുക്കളെ ക്ഷണിക്കാം. നമ്മുടെ പേജ് ലൈക്ക് ചെയ്ത ആളുകൾക്ക് നാം പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ അവരുടെ പ്രൊഫൈൽ പേജിൽ ലഭിക്കും. അവർക്കത് ഷെയർ ചെയ്യുവാനും സാധിക്കും. ഇങ്ങനെ ഷെയർ ചെയ്ത് എത്ര പേരിലേക്ക് എത്തുമെന്ന് ഊഹിക്കാൻ പോലും ആവില്ല. അത്രക്കാണ് ഫേസ്ബുക്കിന്റെ പ്രചാരം. ഫേസ്ബുക്ക് സ്റ്റോറുകൾ പൊതുവെ 3 തരംതിരിച്ചിരിക്കുന്നു. വിവിധ കമ്പനികൾ ഏറ്റവും പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി പേജുകൾ നിർമ്മിക്കും. രണ്ടാമത്തേത് വിവിധ ബ്രാൻഡുകൾ തങ്ങളുടെ ഫാൻസിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. മൂന്നാമത്തെ വിഭാഗത്തിൽ പ്രോഡക്റ്റുകളുടെ ഡിസ്പ്ലേയും സെയിൽസുമെല്ലാം ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ നടക്കുന്നു. ഇതാണ് നമുക്ക് ക്യാഷ് ലഭിക്കുന്ന രീതി. ഇപ്പോൾ ഒരു ഇയറിൽ ഏകദേശം 3000 കോടി ഡോളറിന്റെ, അതായത് 2 ലക്ഷം കോടിയുടെ ബിസിനസ് ആണ് ഫേസ്ബുക്ക് പേജിലൂടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ടും നാം ആരും ഈ അവസരം പൂർണ്ണമായി ഉപയോഗിക്കുന്നില്ല. ഫേസ്ബുക്കിലൂടെ വളരെ എളുപ്പത്തിൽ പണമുണ്ടാക്കാം എന്ന് വിചാരിക്കരുത്. ഓൺലൈൻ ബിസിനസിന്റെ കാലമാണിത്. കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചും വിപണിയെക്കുറിച്ചും പഠിക്കുക. ഫേസ്ബുക്ക് സ്റ്റോർ ആയതിനാൽ വെബ് ഡിസൈനിങ്ങിന് വരുന്ന ചെലവ് ഇല്ലാതാക്കാം. ബ്രോഡ്ബാൻഡ് കണക്ഷനോട് കൂടിയ ഒരു കമ്പ്യൂട്ടറും അത്യാവശ്യം ഫേസ്ബുക്ക് പരിചയവും ഉണ്ടെങ്കിൽ ബിസിനസ് ആരംഭിക്കാം. ഫേസ്ബുക്ക് സ്റ്റോറിന് നല്ല ഒരു പേരുണ്ടായിരിക്കണം. ഫേസ്ബുക്കിന്റെ ടൈം ലൈനിന് നല്ലൊരു കവർ ഫോട്ടോ ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. 852 പിക്സൽ വിഡ്ത്തും 315 പിക്സൽ ഹൈറ്റുമാണ് ടൈം ലൈൻ കവർ ഫോട്ടോയുടെ സൈസ്. എന്താണ് കച്ചവടം ചെയ്യുന്നതെന്ന് കവർ പേജിലൂടെ മനസ്സിലാവണം. ടൈം ലൈനിന് നല്ലൊരു പ്രൊഫൈൽ ചിത്രവും അപ്ലോഡ് ചെയ്യണം. വിൽക്കുന്ന സാധനങ്ങളുടെ കാറ്റലോഗ് തയ്യാറാക്കുക. എല്ലാ ദിവസവും നല്ല നല്ല പോസ്റ്റുകൾ പേജിലിടുക. നല്ല ക്വാളിറ്റിയോട് കൂടെയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോകളാണ് കച്ചവടത്തിന്റെ ഏറ്റവും പ്രധാന മാർക്കറ്റിംഗ് ടൂൾ. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്യാമറയിൽ എടുത്ത ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യരുത്. കാരണം ഇതിന്റെ വലുപ്പം 3-4 MB കൂടുതലാണ്. ഇത്രയും വലിയ സൈസിലെ പിക്ചറുകൾ മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇമേജിന്റെ ക്ലാരിറ്റി കുറയാതെ സൈസ് കുറക്കുക. ഇങ്ങനെ പിക്ചറുകൾ സൈസ് കുറച്ച് നൽകണം. എങ്കിൽ മാത്രമേ ഇമേജ് വളരെ എളുപ്പത്തിൽ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടൂ. ഫോട്ടോഷോപ്പ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫിറ്റാക്ടിന്റെ ഫോട്ടോഷോപ്പ് എന്ന ട്യൂട്ടോറിയൽ CD ഉപയോഗിക്കാം. ഫോട്ടോകളും ബ്രോഷറുകളും നോട്ടീസുകളും ബാനറുകളുമെല്ലാം ആകർഷകമായ രീതിയിൽ സ്വയം നിർമ്മിച്ച് പോസ്റ്റ് ചെയ്യുക. ഭംഗിയുള്ള പോസ്റ്റുകൾ മാത്രമേ ഷെയർ ചെയ്യൂ എന്ന് ശ്രദ്ധിക്കുക. ഇതിന് ഫോട്ടോഷോപ്പ് പഠിക്കാം. ഫോട്ടോഷോപ്പ് പോലെ തന്നെ ഇല്ലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ എന്നിവയും പഠിക്കുന്നത് നന്നായിരിക്കും. നല്ലൊരു ഗ്രാഫിക് ഡിസൈനേഴ്സിന് ഫേസ്ബുക്കിൽ നല്ല പോസ്റ്റുകളും ഇമേജുകളും ഇടുവാൻ കഴിയുന്നതാണ്. നല്ല രീതിയിൽ അധ്വാനിച്ചാലേ ഫേസ്ബുക്ക് ബിസിനസ് വിജയിക്കൂ. ദിവസവും ഒരേ സമയത്ത് പുതിയ അപ്ഡേഷൻ നടത്തണം. തോന്നിയതുപോലെ പോസ്റ്റ് ചെയ്യരുത്. പ്രൊഫഷണലായി തന്നെ കാര്യങ്ങൾ ചെയ്യുക. നല്ല കസ്റ്റമർ സപ്പോർട്ട് നൽകുക. കമന്റുകൾക്ക് പ്രതികരിക്കുക. ഫേസ്ബുക്കിലെ കമന്റുകളും മെസ്സേജുകളും SMS-കളും ആയി ലഭിക്കുന്ന സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കുക. പേജ് ലൈക്ക് ചെയ്തവർക്ക് ഇടയ്ക്കിടെ ചെറിയ മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ നൽകുക. ഇടയ്ക്കിടെ സർവേ നടത്തുവാനുള്ള ഓപ്ഷൻസും ഫേസ്ബുക്കിലുണ്ട്. ഉപഭോക്താക്കളുടെ താല്പര്യം അറിയാൻ ഇത് സഹായിക്കും. ബിസിനസ് തുടങ്ങിയാൽ സ്മാൾ ബിസിനസിന് രജിസ്ട്രേഷൻ എടുക്കാം. നിയമപരമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കും. പണം കൈപ്പറ്റി പ്രോഡക്റ്റ്
അയച്ചു കൊടുക്കാം. ക്യാഷ് ഓൺ ഡെലിവറിയായും പ്രോഡക്റ്റ് അയക്കാം. കൊറിയർ കമ്പനികളുമായി ധാരണയുണ്ടാക്കി ഇത് ചെയ്യാം. പോസ്റ്റൽ സർവീസുമായും കരാറുണ്ടാക്കണം. നിങ്ങളുടെ പേജിന് എത്ര ലൈക്ക് ലഭിക്കുന്നുവോ അത്രയും പേരിലേക്ക് പോസ്റ്റുകൾ എത്തുന്നു എന്നതാണ് ഫേസ്ബുക്കിന്റെ ഗുണം. ഫേസ്ബുക്കിലൂടെ കേക്ക്, പലഹാരങ്ങൾ, കുട്ടിയുടുപ്പുകൾ, ടെറാക്കോട്ട ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്ന പ്രോഡക്റ്റുകൾക്ക് മാത്രമല്ല ഡിസൈനിങ്, വെബ്, ലോഗോ, ബ്രാൻഡിംഗ്, ഇന്റീരിയർ ഡിസൈനിങ്, പ്ലാനിംഗ് തുടങ്ങിയ വ്യത്യസ്ത സേവനങ്ങളും മാർക്കറ്റ് ചെയ്യാവുന്നതാണ്.